ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം സ്പെഷ്യൽ ക്ലീനിങ് വ്ളോഗാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ്, അതായത് നമ്മുടെ ഓണം സ്പെഷ്യൽ ക്ലീനിങ് വ്ളോഗ്. എനിക്കിത് കർക്കിടകം ലാസ്റ്റ് ആയപ്പോഴേ ചെയ്യണം എന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയിട്ടൊക്കെ വന്നിട്ട് സമാധാനത്തോടെ അത്തം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാം ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. അടുക്കള ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. അടുക്കള കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നിടത്തെല്ലാം ക്ലീനിങ് ചെയ്യേണ്ടി വരും. അപ്പം കോലത്തിൽ കിടക്കുക. അപ്പം അത് വേറൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ റൂമിൽ നിന്ന് അങ്ങ് തുടങ്ങി. റൂമിൻ്റെ ആ ഒരു ഷെൽഫ് മുതൽ, അല്ലല്ലോ സൺസൈഡ് അങ്ങനെ എന്തല്ലേ പറയുന്നത്, അവിടെ മുതൽ അങ്ങ് തുടങ്ങി. അവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റി വേണ്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചു. വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ ചിലന്തിവലയും പൊടിയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് തിരിച്ചതുപോലെ തന്നെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലമാരയുടെ മുകളിൽ, സത്യം പറയാലോ, ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നത് അലമാരയുടെ മുകൾ ഭാഗം ക്ലീൻ ചെയ്തിട്ട് 1 വർഷത്തോളമായി കേട്ടോ. 1 വർഷത്തെ ഫുള്ള് പൊടിയും അതിൻ്റെ മുകളിൽ കാണും. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ അമ്മയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. പാവം അമ്മ കിടക്കുമായിരുന്നു. ആ കിടന്ന അമ്മേനെ ഞാൻ കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മേളിൽ കയറി, മേശ വലിച്ചിട്ടിട്ടാണ് മേളിൽ കയറി നിൽക്കുന്നത്. അപ്പം ഓരോന്ന് എടുക്കണമെങ്കിൽ പെട്ടെന്ന് താപ്പോട്ട് ഇറങ്ങിയിട്ട് പിന്നെ മേപ്പോട്ട് കയറണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും റിസ്ക്കും ആയതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ചു. അപ്പോൾ അമ്മ ദാ ഫാനിൻ്റെ പൊടി തുടച്ച് കളയാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്, പക്ഷേ നടക്കത്തില്ല. ഞാൻ തന്നെ തുടയ്ക്കും കേട്ടോ കുറച്ച് കഴിയുമ്പം. അപ്പോൾ റൂമിലുള്ള തറയിലിരിക്കുന്ന സാധനങ്ങൾ എല്ലാം, ജനലിൻ്റെ അവിടെയും എല്ലാം ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഹാളിലോട്ടാക്കുന്നുണ്ട്. ഹാളിലോട്ട് മാറ്റിയിട്ട് പൊടിയെല്ലാം തുടച്ച്, നല്ല ചിലന്തി വല ഉണ്ടായിരുന്നേ. നമ്മുടെ അലമാര ഇരിക്കുന്നതിൻ്റെ ബാക്കിലൊരു ജനലുണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചിലന്തി വല ഇരുന്ന സ്ഥലം എന്ന് പറയുന്നത്. കാരണം അലമാര എനിക്ക് എപ്പോഴും നീക്കി ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള ചിലന്തി എല്ലാം അവിടെ വന്ന് എന്താ പറയുക, കിട്ടിയ അവസരം എവിടെ ആരും നോട്ടം ഇട്ടിട്ടില്ല, ഇവിടെ ആരും കാണത്തില്ല എന്നുള്ള രീതിയിൽ ഒളിച്ച് വന്ന് ചിലന്തി വലയൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ അലമാരയ്ക്കൊരു സ്ഥാനം മാറ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ പറയട്ടെ, നിങ്ങൾ വീഡിയോ കാണുമ്പം ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവട്ടെ, അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പം ബാക്കി നമ്മൾ ബാക്ക് ടു വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു സൈഡിലാണ് ചിലന്തി വല എന്ന് പറയാൻ പറ്റത്തില്ല, പുതപ്പ് പോലെ ചില വലകൾ ഇരിക്കുന്നത്. എന്തൊരു കട്ടിയായി ചിലന്തിയൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെയൊക്കെ കഴിവ് ഈശ്വരൻ കൊടുത്തല്ലോ എന്ന്. അത് ശരിയാണ്, ഓരോരുത്തർക്കും ഓരോ മനുഷ്യനായാലും മൃഗത്തിനാണെങ്കിലും ഓരോരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് അവർ ജീവിച്ചു പോവും, നമ്മൾ അതൊക്കെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും അല്ലേ. പിന്നെന്തോ ചെയ്യാനാ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വല കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തികേടായിട്ടിരിക്കത്തില്ല. നമുക്ക് അതിൻ്റേതായിട്ടുള്ള അലർജിയും കാര്യങ്ങളും അസുഖങ്ങളും വരും. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ പൊടിയൊക്കെ ഇരുന്നാൽ അലർജി വരും. അലർജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പനി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ, ജലദോഷമോ പനിയോ എന്തെങ്കിലും. അതുകൊണ്ട് ഞാൻ മൂക്ക് വായും കവർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാൻ നാളെ കിടപ്പിലാവും. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഞാൻ റൂമും എല്ലാം ക്ലീൻ ചെയ്തു. ഇന്ന് ഹാളും കൂടി ഒന്ന് കവർ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം നടക്കും എന്നെനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ ട്രൈ കണ്ട് വീണാൽ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് പിന്നെ അടുക്കള മാത്രം നോക്കിയാൽ മതി. പിന്നെ കബോർഡൊക്കെ ചെയ്യണമെന്നുണ്ട്, സമയം കിട്ടുന്നെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ, അതും കൂടി ഇന്ന് തന്നെ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി അത്തം വരുന്നത് ചൊവ്വാഴ്ചയല്ലേ. അത്തത്തിൻ്റെ തലേന്ന് കൊണ്ട് എല്ലാ ജോലികളും, ക്ലീനിങ്ങിൻ്റെ എല്ലാ പരിപാടിയും തീർക്കണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എത്ര നാളായെന്നൊന്നും അറിയത്തില്ല കേട്ടോ, നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ അലമാരിയെ വെള്ളം കാണിക്കുന്നത്. ഇതുവരെ തുടച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒന്ന് തുടച്ചായിരുന്നു, അത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. അല്ലാതെ ഞാൻ തുടച്ചിട്ടേ ഇല്ല. അതിൻ്റേതായിട്ടുള്ള പൊടികളും കാര്യങ്ങളും എല്ലാം അതിൽ കാണുന്നുണ്ടായിരുന്നു.
അപ്പം ഞാൻ ചിലന്തി വലയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് വെള്ളം നനച്ചിട്ട് തറ തുടയ്ക്കുന്നതിന് മുന്നേ ജനലെല്ലാം ഒന്ന് തുടച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാൻ തുടയ്ക്കണമായിരുന്നു. ഫാൻ തുടച്ചിട്ട് ബാക്കി ജനലൊക്കെ തുടയ്ക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ കാര്യം ഞാൻ വിട്ടുപോയി. ജനലെല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫാനയിലോട്ട് നോക്കുന്നത്. അയ്യോ, ഫാൻ തുടച്ചില്ലല്ലോ എന്ന്. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു വർഷം ഉള്ള പൊടി മൊത്തം ആ ഫാനിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമിലെ പരിപാടികൾ ഏറെക്കുറെ കഴിഞ്ഞു. ഞാൻ നേരെ ഹാളിലോട്ട് ഇറങ്ങി കേട്ടോ. ഹാളിൽ ചിലന്തി വലയൊക്കെ ഒന്ന് തൂത്ത് കളയാമെന്ന് വിചാരിച്ചു. ഫോട്ടോ എല്ലാം എടുത്ത് തുടയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം അത് നല്ല സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചിലന്തി വല മാത്രം, പൊടികൾ മാത്രം തുടച്ച് കളഞ്ഞു. പിന്നെ ഹാളിൻ്റെ TV ഇരിക്കുന്ന ഭാഗവും അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ ഞാൻ റൂമിൻ്റെ കബോർഡ്, അതായത് നമ്മുടെ ഡ്രസ്സ് വെക്കുന്നതിൻ്റെ ഒരു ഷെൽഫിൽ ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ, അതായത് മാല, വള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ താഴെ കിടന്ന കട്ടിലെടുത്ത് മുകളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്, ഉരുക്കു വനിത. ഞാനാണ് ആ കട്ടിൽ മുകളിലെടുത്തിട്ടത്. വലിച്ചു നീക്കി അങ്ങനെയൊക്കെ കൊണ്ട് ഇട്ട്. അപ്പോൾ ബാക്ക് ടു ദ പോയിൻറ്റ്. അപ്പം ഷെൽഫ്, ഞാൻ ആ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അതിനിപ്പം തിങ്കളാഴ്ച ക്ലീൻ ചെയ്യാം, ആ ഒരു ഷെൽഫും. പിന്നുള്ളത് അടുക്കള മീൻസ് അടുക്കള ഫുള്ളുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. വാശിയുണ്ട് കേട്ടോ. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് എല്ലാം ക്ലീൻ ചെയ്തിരിക്കും ഞാൻ. ഇന്ന് ഞാൻ എല്ലാം കൂടെ ചെയ്യാത്തത് പുറത്തെനിക്ക് കുറച്ച് പണിയുള്ളത് കൊണ്ടാട്ടോ. അപ്പം ഞങ്ങൾ ആ ഒരു റൂമുണ്ടോ, ഞാൻ നിൽക്കുന്ന ആ ഒരു റൂം, അവിടെ നമ്മൾ കൈകാര്യം ചെയ്യാത്തൊരു റൂമാണ്. നമ്മളുടെ വേണ്ടാത്ത സാധനങ്ങളും വേണ്ടുന്ന സാധനങ്ങളും, പിന്നെ ഫ്രിഡ്ജിൻ്റെ കവറ്, മിക്സിയുടെ കവറ്, പിന്നെന്താണ് ഗ്യാസ് അടുപ്പിൻ്റെ കവറ്, അതെല്ലാം, അതായത് പേസ്റ്റ് ബോർഡ്, അതെല്ലാം അവിടെയാണ് വെച്ചേക്കുന്നത്. നല്ല വലയുണ്ട്, ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ അവിടെ നിന്ന് എല്ലാം പറക്കി വെളിയിലിട്ടിട്ട് തിരിച്ചതുപോലെ വേണ്ടുന്ന സാധനങ്ങൾ മാത്രം അതിനകത്തോട്ടെടുത്ത് പൊടിയൊക്കെ തട്ടി എടുത്ത് വെച്ചു. അപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടയും കൂടെ വന്നായിരുന്നു. അപ്പോൾ ചേട്ടയും കൂടെ ആയിരുന്നു എല്ലാം ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ വേണ്ടാത്ത സാധനങ്ങളാണ് ദാ ഈ കിടക്കുന്നത്. കുറച്ചൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം എടുത്ത് തീയിട്ടു. പിന്നെ കുറച്ച് വേണ്ടാത്ത തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേസ്റ്റ് ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീലൂട്ടനാണെങ്കിൽ എന്ത് ചെയ്യണം, ഏതെടുക്കണം എന്നുള്ളൊരു ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്ന ചെറുക്കനാണെങ്കിൽ. പിന്നെ നമ്മുടെ കസേര, സ്റ്റൂള്, ഈ വക കാര്യങ്ങളുടെയൊക്കെ അടിയിൽ ഉള്ള പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കുമായിരുന്നു. അതൊന്നും ഞാൻ ഇന്നേ വരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഇത്രയും പൊടി ഉണ്ടായിരുന്നൊന്നും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം അവിടെ വരെ ഒതുക്കി. പിന്നെ ഞാൻ തുടച്ച വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ചവിട്ടുമത്തൊക്കെ എടുത്ത് വെള്ളത്തിൽ, അതായത് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു. പിന്നെ അവിടെ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് തുടച്ചു. തിങ്കളാഴ്ച ഒന്നും കൂടി ഒന്ന് തുടയ്ക്കണമെന്നുണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് തീ ഇടാനൊക്കെ ഉണ്ടായിരുന്നേ. ഇവിടെ വൃത്തിയാക്കിയപ്പോൾ, അതായത് പോച്ചയൊക്കെ ചെത്തി വാരി അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് വലിച്ച് നീക്കി തീ ഇടണമായിരുന്നു. അങ്ങനെ പുക ഞാൻ നിൽക്കുന്ന സൈഡിലോട്ടായതുകൊണ്ട് എനിക്ക് എങ്ങോട്ട് ഓടണമെന്നും, അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് പോയി വീഴും. ഇങ്ങോട്ട് ഓടാനും പറ്റത്തില്ല. ഞാൻ അവിടെ നിന്ന് ഓടുന്നത് കേട്ടോ. പുക കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടയും കൂടെ വന്നിട്ട്, ഞാൻ ഈ വലിച്ചു പിടിച്ച് മുക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും ചേട്ടയും കൂടെ അങ്ങോട്ട് വന്ന് അതൊന്ന് വലിച്ച് നീക്കി അതിൻ്റെ മുകളിലിട്ട് ഞങ്ങൾ തീയിട്ട് കളഞ്ഞു കേട്ടോ. അപ്പം കുറച്ച് ഏറെക്കുറെയൊക്കെ വൃത്തിയായി എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നെ കൊണ്ട് കഴിയുമ്പോൾ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, വൃത്തിയാക്കലെല്ലാം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഓലയും ഒക്കെ അമ്മ കുറേ ഓല കൊണ്ടുപോയിട്ട്, ഓല മീൻസ് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഈർക്കിൽ ചൂലിന് വേണ്ടിയിട്ടേ. അപ്പം അതിൻ്റെ ഓല അവിടെ കിടക്കുന്നത്. അപ്പം അവിടെ കിടന്ന തുണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതും കൂടി ഒന്ന് തീയിട്ടു. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പോച്ചയും കൂടെ പറിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റിൻ്റെ അവിടുത്തെ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറേ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ മിസ്സായിപ്പോയി. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടാണ് കേട്ടോ ഇത്രയും 10 മിനിറ്റ് ആക്കിയൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം ഇനിയും ബാക്കിയും കൂടെ എടുത്തായിരുന്നെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ 20 മിനിറ്റിലോട്ടൊക്കെ പോയേനെ.
അപ്പം ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പം ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അടുത്ത പാർട്ട് 2 വ്ളോഗോ അല്ലെങ്കിൽ സൺഡേ വ്ളോഗായിരിക്കും മിക്കവാറും അടുത്തത് വരുന്നത്. അപ്പോൾ ആ വ്ളോഗിൽ കാണാം. ബായ്.